ഇടുക്കി തൊടുപുഴയിൽ കൊല്ലപ്പെട്ട സാബു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. തലച്ചോറിനേറ്റ ക്ഷതമാണ് മരണകാരണം. കേസിലെ ഒന്നാം പ്രതിയും സാബുവിന്റെ ബിസിനസ് പങ്കാളിയുമായിരുന്ന ജോമോനെ കോടതി റിമാൻഡ് ചെയ്തു. മറ്റ് 2 പ്രതികളുമായി സംഭവസ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തി. 3 ദിവസത്തോളം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് പ്രതികൾ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബിജുവിന്റെ ഓരോ ദിവസത്തെ നീക്കങ്ങളും പ്രതികൾ നിരീക്ഷിച്ചിരുന്നു. 19-ാം തീയതി ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാനായിരുന്നു പദ്ധതി. എന്നാൽ ഇത് നടന്നില്ല. അന്ന് രാത്രി മുഴുവൻ ബിജുവിന്റെ വീടിന് സമീപം പ്രതികൾ ചിലവഴിച്ചു. പുലർച്ചെ വീടിന് പുറത്തേക്ക് പോയ ബിജുവിന്റെ സ്കൂട്ടർ വഴിയിൽ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. ബിജുവിന്റെ തലച്ചോറിലേറ്റ ക്ഷതമാണ് മരണകാരണം. ആന്തരിക രക്തസ്രാവവും ഉണ്ടായി. വലത് കൈയിലെ മുറിവ് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത്. ഒന്നാം പ്രതി ജോമോനെ തൊടുപുഴ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് നാളെ കോടതിയെ സമീപിക്കും. പോസ്റ്റ്മോർട്ടം ഇടുക്കി മെഡിക്കൽ കോളേജ് കഴിഞ്ഞാണ്. പ്രാഥമിക നിഗമനമായിട്ട് മനസ്സിലാവുന്നത് ബ്രെയിനേറ്റ ഡാമേജ് ആണ് മരണകാരണമെന്നാണ്. കൂടാതെ നെക്കിലും റിബ്സിലും ഫ്രാക്ചറുകളായിട്ട് മനസ്സിലായിട്ടുണ്ട്. ശരീരത്തിലെ മറ്റ് കൈകളിലൊക്കെ പരിക്കുകളായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടന്നതാണ്. അതിനുശേഷം കൂടുതൽ പറയുന്നത് ഈ കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണോ പോലീസിന്റെ അന്വേഷണത്തിൽ? അങ്ങനെയാണ് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. കേസിലെ മറ്റു പ്രതികളായ ജോമിനെയും മുഹമ്മദ് അസ്ലമിനെയും സംഭവ സ്ഥലങ്ങളിൽ എത്തിച്ച പോലീസ് തെളിവെടുപ്പും നടത്തി. കേസിൽ പ്രതിയായ ജോമിനും ബിജുവിനോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്നാണ് കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടാണ് വൈരാഗ്യത്തിന് കാരണം. കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള കാപ്പ കേസ് പ്രതി ആഷിഖിനെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കും. ജനം, ഇടുക്കി.